നമസ്തേ. ടീച്ചർമാരുടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ മൂന്നാമത്തെ എപ്പിസോഡാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 2 എപ്പിസോഡും മഹാഭാരതം എല്ലാവർക്കും അതിലെ കഥകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. എല്ലാവരും അത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ എപ്പിസോഡ് എന്തായാലും അവര് ചെയ്യും അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ പാലാഴി മഥനം പാലാഴി മഥനത്തിൽ നിന്ന് എന്തൊക്കെയാണ് പുറത്തേക്ക് വന്ന വിശിഷ്ട വസ്തുക്കൾ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. എല്ലാരും അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ പാലാഴി മഥന സമയത്ത് ഈ മന്ദരപർവ്വതത്തിനെയാണല്ലോ കടകോലാക്കിയിരിക്കുന്നത്. അപ്പൊ ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താൻ മഹാവിഷ്ണു സ്വയം ആമയായിട്ട് താഴെ ബലം പിടിപ്പിച്ച് ഇരുന്നു. പിന്നെ വാസുകിയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. വാസുകിയാണ് വടം. ദേവന്മാര് വാലിലും അസുരന്മാര് തലഭാഗത്തും നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കടഞ്ഞുകൊണ്ട് ഇരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് കടഞ്ഞുകൊണ്ടിരുന്നപ്പോ ആദ്യമായിട്ട് പുറത്തു വന്നത് കാമധേനുവായിരുന്നു. പശു ഫസ്റ്റിൽ പൊങ്ങി വന്നത് കാമധേനു. അപ്പൊ ദേവന്മാരും അസുരന്മാരും എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കാമധേനുവിനെ നോക്കിക്കൊണ്ട് നിർനിമേഷരായി നിന്നപ്പോൾ മതം കൊണ്ട് തീ കണ്ണുകളുമായിട്ട് രണ്ടാമത് വാരുണി ദേവി വന്നു. വാരുണി ദേവിയും വന്നു കഴിഞ്ഞപ്പോ മൂന്നാമതായി പാരിജാതം. പാരിജാതം പൂ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പാരിജാതം. നാലാമത് അത്ഭുത സൗന്ദര്യവതികളായ അപ്സര സ്ത്രീകൾ. അഞ്ചാമത് ചന്ദ്രൻ വന്നു. അപ്പൊ ചന്ദ്രനെ പരമശിവൻ അങ്ങ് സ്വീകരിച്ചു. പിന്നെ ആറാമതായിട്ട് വന്നത് കടലിൽ നിന്ന് വിഷാംശമാണ് വന്നത്. ആറാമത് വന്നത് ഈ വിഷാംശത്തെ നാഗങ്ങൾ അങ്ങ് സ്വീകരിച്ചു. ഏഴാമതായിട്ട് വന്നത് കയ്യിൽ താമരപ്പൂവേന്തി വിടർന്ന താമരപ്പൂവിലിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ് വന്നത്. ഉടനെ ആ സർവലോക സുന്ദരിയായ ലക്ഷ്മി ദേവിയെ കണ്ടപ്പോഴത്തേക്ക് ദേവന്മാര് എല്ലാം സന്തോഷം തോന്നി. ഗന്ധർവന്മാര് പാട്ടുപാടി, അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ബ്രഹ്മാവ് വളരെ ലോകനിർമ്മിതമായ രത്നങ്ങൾ കൊണ്ടുള്ള ഹാരം കൊടുത്തു. മറ്റുള്ളവരൊക്കെ സർവാഭരണങ്ങൾ കൊണ്ട് ദേവിയെ മൂടി. സർവാഭരണ വിഭൂഷിതയായ ദേവി നേരെ വിഷ്ണു ഭഗവാന്റെ മാറത്തേക്ക് അങ്ങടത്തി. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതൊന്ന് ഒരുപാട് വിശിഷ്ട വസ്തുക്കൾ വന്നു തുടങ്ങി. ഐരാവതം എന്ന് പറയുന്ന 4 കൊമ്പുള്ള വെള്ള ആന, അത് പാലാഴി കടഞ്ഞപ്പോഴും വന്നതെന്ന് കഥ പറയുന്നുണ്ട്. വേറെ തരത്തിലും കിട്ടിയതാണെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വെള്ള നിറമുള്ള ഉച്ചൈസ്രവസ് കുതിര. അപ്പൊ ദേവേന്ദ്രന്റെ കുതിര. അത് കഴിഞ്ഞ ഉടനെ ധന്വന്തിരി അമൃത കുംഭവുമായി പൊങ്ങി വന്നു. അതിനാണല്ലോ ഈ പാലാഴി മഥനം നടത്തിയത്. ആ അമൃത കുംഭവുമായിട്ട് വന്ന് ദേവന്മാരുടെ കൂടെ ദേവന്മാർക്ക് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് അസുരന്മാരെന്ത് ചെയ്തു? ഇതിനെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അയ്യോ, ദേവന്മാരെല്ലാം വിഷണ്ണരായി. ഇത്രയും കഷ്ടപ്പെട്ട് യവന്മാരെയൊക്കെ തടുത്തു കൂട്ടി നമ്മൾ ഈ കടഞ്ഞെടുത്തിട്ട് ഏറ്റവും വിശിഷ്ടമായ അമൃതകുംഭം അസുരന്മാര് തട്ടിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെ അതിനെന്ത് ചെയ്യും? അതിന് തിരിച്ചെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഭയങ്കര ദുഃഖത്തോടെ ഇരുന്നപ്പോഴത്തേക്ക് മഹാവിഷ്ണു നല്ല സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, അമൃതകുംഭം ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഭഗവാന്റെ മോഹിനി രൂപം. ഈ മോഹിനി രൂപം കണ്ട് പരമശിവൻ ആകൃഷ്ടനായി. അവർക്ക് രണ്ടുപേർക്കും ജനിച്ച മകനാണ് അയ്യപ്പൻ, മണികണ്ഠൻ എന്ന അയ്യപ്പൻ. അപ്പൊ അങ്ങനെ ഉള്ള കഥകളൊക്കെ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ മോഹിനിയായിട്ട് വന്നു. മോഹിനി എന്ത് ചെയ്തു? നേരെ ഈ അസുരന്മാരടുത്തോട്ട് ചെന്നു. അസുരന്മാരടുത്തോട്ട് ചെന്നപ്പോ അയ്യോ, ഇതാര്? ഇതെവിടുന്ന് വന്നു
എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ധന്വന്തിരിയുടെ അനുജത്തിയാ, ഞാന് പാലാഴിന്ന് വന്നപ്പോഴത്തേക്ക് ദേവന്മാരും നിങ്ങളും എല്ലാം പോയി. ഇപ്പൊ അനാഥയായ ഞാൻ എനിക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ച് വന്നതാണ്. അത് കേട്ടപ്പോഴത്തേക്ക് അസുരന്മാരോരോരുത്തരായിട്ട് ചെന്ന് കഥ പറയുന്നു, സംസാരിക്കുന്നു. അവരപ്പൊ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അപ്പം ഈ അമൃതം ഞങ്ങൾക്ക് വിളമ്പിത്തരണം. അസുരന്മാര് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിൽ ഒരാളെ വിവാഹവും കഴിക്കണം. അപ്പം സമ്മതിച്ചു, മോഹിനി സമ്മതിച്ചു. മോഹിനി പറഞ്ഞ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാരും കണ്ണടച്ചിരിക്കണം. അപ്പൊ ഞാൻ എല്ലാവർക്കും അമൃതം വിളമ്പും. അവസാനം കണ്ണു തുറക്കുന്ന ആള് എനിക്ക് അമൃതം വിളമ്പി തരികയും വേണം, എന്നെ വിവാഹം കഴിക്കുകയും വേണം. അസുരന്മാരെല്ലാം സമ്മതിച്ചു. അസുരന്മാരെല്ലാരും സമ്മതിച്ച് അവരെല്ലാരും കണ്ണടച്ചിരുന്നു. ആ ഒറ്റ നിമിഷം കൊണ്ട്, കാരണം കണ്ണടച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവസാനം കണ്ണു തുറക്കുന്ന ആളിനെ മോഹിനിയെ കിട്ടുള്ളൂ. അപ്പൊ ആരും ആദ്യം കണ്ണു തുറക്കാൻ തയ്യാറാവത്തില്ല. ഈ സമയം കൊണ്ട് മോഹിനി അമൃതകുംഭം എടുത്ത് ദേവലോകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് എന്തായാലും ഇത്രയും നേരമായിട്ട് ആർക്കും അമൃതം കിട്ടിയില്ലല്ലോ. അവര് കണ്ണു തുറന്നപ്പോഴുണ്ട് മോഹിനി നമ്മളെ പറ്റിച്ചിട്ട് പോയി. ഇതറിഞ്ഞുകൊണ്ട് ഇവര് പുറകെ പോയി, അസുരന്മാര് പുറകെ പോയി. അപ്പൊ ഈ അമൃതം കൊണ്ടുവന്ന് ദേവലോകത്ത് വെച്ചിട്ട് ഗോപുര കവാടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാവൽ നിർത്തി. ആ സമയത്ത് അസുരന്മാർ അവിടെ ചെന്നിട്ട് രാഹുവിൻ്റെ കൂടെ പറഞ്ഞു, നീ അകത്ത് കയറണമെന്ന് പറഞ്ഞു. അപ്പൊ രാഹു വേഷപ്രച്ഛന്നനായി അകത്ത് കയറി. അപ്പൊ രാഹുവിനെ സൂര്യനും ചന്ദ്രനും കണ്ടുപിടിച്ചപ്പോ ഭഗവാൻ മഹാവിഷ്ണു തന്റെ ചക്രായുധം കൊണ്ട് രാഹുവിന്റെ കഴുത്ത് മുറിച്ചു. അങ്ങനെ കഴുത്ത് മുറിച്ചപ്പോഴത്തേക്ക് ഈ സൂര്യനും ചന്ദ്രനും അല്ലേ കണ്ടുപിടിച്ചത്. അപ്പൊ അവരോട് ഭയങ്കര കോപമായി. അവരെ പ്രതികാരം ചെയ്യും അവരോടെന്ന് പറഞ്ഞു, രാഹു പറഞ്ഞു. എന്നിട്ട് രാഹു ഈ സൂര്യനെ വിഴുങ്ങും. സൂര്യനെ വിഴുങ്ങി കഴിയുമ്പോൾ സൂര്യൻ കഴുത്തിന് പുറത്തൂടെ വെളി വരും. അതാണ് സൂര്യഗ്രഹണം. അതുപോലെ ചന്ദ്രനെയും വിഴുങ്ങും. ചന്ദ്രനെ ഈ കഴുത്തിന് പുറത്തൂടെ വെളി വരും. അതാണ് ചന്ദ്രഗ്രഹണം. അങ്ങനെ അസുരന്മാര് വളരെ വിഷണ്ണരായിട്ട് തോറ്റ് പിന്മാറിയിരിക്കും. ദേവന്മാരെല്ലാം അമൃതം പാനം ചെയ്ത് എല്ലാവരും മിടുക്കന്മാരായി. അവർ ഈ അസുരന്മാരെ എല്ലാം തുരത്തി ഓടിക്കാനുള്ള കഴിവായി. അങ്ങനെ അസുരന്മാരെ എല്ലാം തുരത്തി ഓടിച്ചു. ഈ സമയത്താണ് നമ്മുടെ ഗരുഡൻ അമൃതം എടുക്കാൻ അവിടെ ചെല്ലുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അമൃത് കൊണ്ടുവരണം. അമൃത് കൊണ്ടുവരുമ്പോ നിന്നെയും നിന്റെ അമ്മയെയും ദാസ്യപ്പണിയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഗരുഡൻ ചെന്നു. ഗരുഡനെ എതിർക്കാൻ തക്കവണ്ണമുള്ള കാര്യപ്രാപ്തി ദേവന്മാർക്കില്ല. അങ്ങനെ ഗരുഡൻ ആ അമൃത കുംഭവുമായിട്ട് അവിടുന്ന് യാത്രയായി. ഇതിനിടയ്ക്ക് പാലാഴിയിൽ നിന്ന് കാളകൂടം എന്ന് പറയുന്ന ഉഗ്രമായ വിഷം വന്നു. ഒരുപാട് വിഭവങ്ങൾ വന്ന കൂട്ടത്തില്. അപ്പൊ ഇത് ലോകത്ത് വീണാൽ ലോകം മുഴുവൻ നശിക്കും. അതുകൊണ്ട് ബ്രഹ്മാവ് ശിവഭഗവാനോട് പറഞ്ഞു, മഹാശിവനോട് പറഞ്ഞു, അങ്ങ് ഇത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശിവഭഗവാൻ അത് തന്റെ കണ്ഠത്തിൽ ആ വിഷം സ്വീകരിച്ചത് കൊണ്ടാണ് പരമശിവന് നീലകണ്ഠൻ എന്നുള്ള പേരും വന്നത്. അതിൽ പിന്നെ ഒരു ഇതുണ്ടല്ലോ, അത് താഴോട്ട് പോകാതിരിക്കാൻ പാർവതി കഴുത്തി പിടിച്ചു എന്നൊക്കെ കഥയുണ്ട്. ഇപ്പം ഈ പാലാഴിയിൽ നിന്ന് വന്ന കാളകൂട വിഷം എങ്ങനെയാണ് പരമശിവന്റെ തൊണ്ടയിലായതെന്ന് വരെയുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗരുഡൻ ഈ അമൃതവും കൊണ്ട് നേരെ സർപ്പങ്ങളുടെ സ്ഥലത്തെത്തി. അതവിടെ കൊണ്ടുവന്ന് വച്ചപ്പം, ശരി, നിന്റെ അമ്മയുടെ ദാസ്യം ഞങ്ങൾ വിടുവിച്ചിരിക്കുന്നു എന്ന് സർപ്പങ്ങൾ പറയും. എന്നിട്ട് ഞങ്ങൾ കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിക്കാനായിട്ട് നാഗങ്ങൾ പോയി കുളിച്ച് ഒരുങ്ങി വന്നു. അപ്പൊ ഈ അമൃതകുംഭം ദർഭയുടെ പുറത്താണ് വെച്ചത്. ആ ദർഭ വിരിച്ചിട്ട് അതിന്റെ പുറത്താണ് ഈ അമൃതം വെച്ചിരുന്നത്. അപ്പൊ ആ ദർഭയുടെ പുറത്ത് വെച്ചിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇതിനിടയ്ക്ക് ദേവന്മാര് വന്ന് ഈ അമൃത കുംഭം എടുത്തോണ്ടങ്ങ് പോയി. അത്യാർത്തി പൂണ്ട ഈ നാഗങ്ങള് ആ ദർഭപ്പുല്ലിലിട്ട് നക്കി. അവിടെ എങ്ങോട്ടും ശകലമെങ്കിലും അമൃതം വീണിട്ടുണ്ടെങ്കിലോ, അങ്ങനെ നക്കിയപ്പോഴത്തേക്കാണ്
ഈ നാഗങ്ങളുടെ നാക്ക് രണ്ടായി മാറിയത്. അതാണ് നാഗങ്ങൾക്ക് രണ്ട് നാക്കല്ലേ, രണ്ട് നാക്കായിട്ട് മാറിയത്. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്തത് ഈ ഗ്രന്ഥം രചിച്ച വ്യാസഭഗവാന്റെ ജീവിതകഥ, വ്യാസഭഗവാന്റെ ജനനം, അതാണ് ഇനി അടുത്ത് നമുക്ക് പറയേണ്ടത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ സംശയം ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടത് ഉള്ളത് അറിയിക്കണം. അപ്പോ ഇനിയും നമുക്ക് ഇത് മഹാഭാരതത്തിന്റെ ഇങ്ങേ അറ്റത്ത് മൂലയിലുള്ള ഒരു ചെറിയ സംഭവമേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് കഥകളും ഉപകഥകളും മഹാഭാരതത്തിലുണ്ട്. രസകരമായ പല കഥകളുമുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്ന് ആദ്യമേ വ്യാസൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡ് വ്യാസഭഗവാന്റെ ജനനത്തെ കുറിച്ച് പറയാം. നമസ്തേ. നമസ്തേ.